DCPPA എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനം മരുന്നുകളുടെ വില നിശ്ചയിച്ചിരുന്നത് ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിവരുന്ന ചെലവ്, അതിന് വേണ്ട ന്യായമായ മാർക്കറ്റിൽ അത് വിറ്റഴിക്കാൻ വേണ്ട പ്രചരണം, ഇതിനൊക്കെ കൂടി വരുന്ന ചെലവും അതോടൊപ്പം 100% ലാഭവും കൂട്ടിക്കൊണ്ട് വില നിശ്ചയിക്കുന്ന ഏർപ്പാടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറുകയും വെയ്റ്റഡ് ആവറേജ് പ്രൈസിംഗ് എന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് ഔഷധ വില നിർണയം അതിന്റെ സംവിധാനം തന്നെ മാറ്റിമറിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ രോഗത്തിന് തന്നെ ചികിത്സിക്കുന്ന ഒരേ ഔഷധം പല പേരുകളിൽ പല വിലയിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഏറ്റവും ചുരുങ്ങിയ വില മുതൽ അതിന്റെ 50 മടങ്ങ് വില, ഏറ്റവും കൂടിയ വില അതേ ഔഷധത്തിന് തന്നെ ഈടാക്കുന്ന വിവിധ കമ്പനികൾ വിവിധ പേരുകളിൽ ഒരേ മരുന്ന് തന്നെ ഇറക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുള്ള വില നിയന്ത്രണ നിയമപ്രകാരമുള്ള വ്യവസ്ഥ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചെലവുള്ള 3 മരുന്നുകളുടെ ശരാശരി വിലയാണ് യഥാർത്ഥത്തിൽ വിലയായിട്ട് നിശ്ചയിക്കുന്നത്.